ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. ഓ അതിനെന്താ? ബഹുമാനായ ശ്രീ CPF പ്രതിനിധി ശ്രീ അനിൽകുമാർ, അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. താങ്കൾ പറഞ്ഞു 2019 ശേഷമല്ലേ ഞങ്ങളുടെ ബെഹ്റ പോയത്, ഞങ്ങളുടെ മനോജ് എബ്രഹാം പോയത്, ഞങ്ങളുടെ ഐജിമാർ പോയത്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. അതുകൊണ്ടാ സുധാകരൻ 2019 പോയില്ലേ, അതല്ലേ ക്രൈം. ശരിയാണ്, സുധാകരൻ അവിടെ പോയിട്ടുണ്ട്. ബഹുമാന്യ KPC പ്രസിഡന്റ് അവിടെ പോകുന്നതിന് മുമ്പ് 18/6/2019 പിണറായി വിജയൻ ഗവൺമെന്റ് അതോറിറ്റി ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ ഈ മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തുക്കൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സുരക്ഷ കൊടുക്കാൻ വേണ്ടി ഒരു ഓർഡർ ഇറക്കി. അത് ശരി. ഇറക്കിയത് ഉമ്മൻചാണ്ടി സുധാകരനും അല്ല കേട്ടോ. വാർത്തകൾ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും കുട്ടികൾ പെട്ടെന്ന് വന്ന് കാണുകയാണെങ്കിൽ ഈ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പുരാവസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോകും. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഈ സർക്കാർ പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ പുരാവസ്തുക്കളൊക്കെ വാസ്തവത്തിൽ തട്ടിപ്പായിരുന്നു. അവിടെ മോശയുടെ അംശവടി മുതൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. മോശയുടെ അംശവടി. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. 18/6/2019 ഗവൺമെന്റ് ഓർഡർ നമ്പർ 6005/19. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്ന് പറഞ്ഞാൽ 2019 6005 നമ്പറായിട്ട് ഗവൺമെന്റ് DGPക്ക് കൊടുക്കുന്ന ഒരു സർക്കുലർ പറയുകയാണ്. ഉള്ളതോന്നോ അവൻ പിന്നെ കള്ളം പറയൂ. പ്രൊട്ടക്ഷൻ ത്രൂ പീരിയോഡിക്കൽ മോണിറ്ററിംഗ് മോൺസൺ മാവുങ്കൽ പ്രൈസസ് മോൺസൺ മാവുങ്കലിന്റെ ഈ പറയപ്പെടുന്ന തട്ടിപ്പ് കേന്ദ്രങ്ങൾക്ക് സുരക്ഷാ വേലിയും സുരക്ഷാ ക്യാമറയും പോലീസിന്റെ മോണിറ്ററിംഗും ചെക്കിങ്ങും ഉൾപ്പെടെ കൊടുത്ത് 2019 DGPക്ക് ഉത്തരവ് കൊടുത്ത് സർക്കുലർ ഇറക്കി സുരക്ഷാ ചുമതല കൊടുത്തിയ പിണറായി വിജയനോട് പോയി ചോദിക്കും. നിങ്ങൾ എന്തിനാ സുധാകരനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ ഇങ്ങനെയൊക്കെ ഉത്തരവ് ഇറക്കി കൊടുക്കാമോ എന്ന് പോയി ചോദിക്കും. എന്നിട്ടോ അദ്ദേഹത്തിന് മുമ്പിൽ അംശവടിയുമായിട്ട് നിൽക്കുന്ന ബെഹ്റയെ റെയിലിന്റെ MD ആയിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അയ്യോ ഞങ്ങളുടെ ബെഹ്റയും ഞങ്ങളുടെ ADGPയും ഞങ്ങളുടെ SP-മാരും ഒക്കെ കൊള്ളാൻ കേട്ടോ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് പോയി ചോദിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം 2021 സെപ്റ്റംബർ മാസം 23-ാം തീയതി കൊടുത്ത ആദ്യ FIR-ൽ എന്താ ശ്രീ K. സുധാകരന്റെ പേരില്ല. അതിനുശേഷം കേസ് ഡയറി ഹൈക്കോടതി വന്നല്ലോ, എന്തേ അവിടെ സുധാകരന്റെ പേരില്ല. അതിനുശേഷം ADGP ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തല്ലോ, സുധാകരന്റെ പേരില്ലല്ലോ. ശിവശങ്കരൻ അവിടെ ഇരുന്നു. ആദ്യം സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണം വന്നു. ആദ്യം നിങ്ങളുടെ പിണറായി വിജയൻ പറഞ്ഞു അയ്യോ ഈ സ്വപ്ന എനക്കറിയില്ല. പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിന്നീട് സ്വപ്നയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പറഞ്ഞു എവിടെയൊക്കെയോ വെച്ച് കണ്ടതായിട്ടൊരു ചെറിയ ഓർമ്മ പോലെ തോന്നുന്നുണ്ട്. എന്നെ സംശയിക്കരുത്. അവസാനം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കസ്റ്റംസിൽ ക്ലിയറൻസിന് വേണ്ടി വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. തെളിഞ്ഞോ? വൃത്തികെട്ട ഏർപ്പാട്. അതിനുശേഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണമേ കടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. തെളിഞ്ഞോ? വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ലൈഫ് മിഷനിൽ ഒരാരോപണവും ഇല്ല, അത് അനിൽ അക്കരയുടെ കുസൃതിയാണെന്ന് പറഞ്ഞു. തെളിഞ്ഞോ? എന്നിട്ടോ തീർന്നില്ല, ഡേറ്റ കടത്ത് നടന്നിട്ടില്ല. നിങ്ങൾക്ക് ആലോചിക്കണം, കൊറോണ കാലത്ത് എന്റെയും അനിൽകുമാറിന്റെയും അബ്ജോദിന്റെയും ഡേറ്റ, ഒരു മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള ഡേറ്റകൾ നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അമേരിക്കൻ ചാര കമ്പനിക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളിനെതിരായിട്ട് വന്നു. ആ കുടുംബത്തിനകത്ത് വന്നു. എന്തേ മാനനഷ്ട കേസ് കൊടുക്കാത്തത്? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. സ്വപ്ന, നിങ്ങൾക്കെതിരായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഓരോന്നിനെതിരായിട്ടും മുൻ ധനകാര്യമന്ത്രിക്കെതിരെ, മുൻ സ്പീക്കർക്കെതിരെ, മുൻ MLA-ക്കെതിരായി നിരന്തരം
ആരോപണം വന്നല്ലോ. അത് കറക്റ്റാണ്. സുധാകരൻ എന്താ മെനിങ്ങാതെ പോയി മാനനഷ്ട കേസ് കൊടുത്തു. എന്തേ? നിങ്ങളുടെ മന്ത്രിമാർക്കും നിങ്ങളുടെ MLA മാർക്കും നിങ്ങളുടെ ചീഫ് സെക്രട്ടറിക്കും നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും നിങ്ങളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കും ഒക്കെ പാർട്ടി ശ്രീ ഗോവിന്ദൻ അനുവാദം കൊടുത്തല്ലോ. പോയിട്ടൊരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കാൻ പറഞ്ഞല്ലോ. എന്തേ അയക്കാത്ത ശ്രീ അനിൽകുമാറേ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, അയച്ചാലുണ്ടല്ലോ നാറി പുഴുക്കും. അവരെല്ലാം കൂടി അങ്ങോട്ട് മലവെള്ളം തുറന്നു വിടുന്ന പോലെ തുറന്നു വിടും. ഒഴുകിപ്പോകും. നിങ്ങളുടെ പല ബിംബങ്ങളും അടിച്ചുടയ്ക്കപ്പെടും. അതുകൊണ്ടല്ലേ നിങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കാത്തത്? വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ രുചിയാ. നിങ്ങൾ ഞങ്ങളെ മാനദണ്ഡ കേസ് പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കുക. തീർന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശുദ്ധം, പമ്പ മണൽക്കടത്ത്. നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നില്ല. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ബ്രൂവറി ഡിസ്റ്ററി തിരുത്തേണ്ടി വന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് ബെവ്ക്യൂ ആപ്പ് തിരുത്തേണ്ടി വന്നില്ലേ? കടൽ പിന്നെ വിൽപ്പന നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നില്ലേ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? നിങ്ങൾക്ക് ദുരിതാശ്വാസത്തിന്റെ തട്ടിപ്പ്, ഹാർട്ട് രോഗിയുടെ അപേക്ഷ, എല്ല് രോഗ വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് 1000 കോടി അടിച്ചോണ്ട് പോയി. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഞാൻ ചോദിച്ചത് ഇതിന്റെ എല്ലാ തട്ടിപ്പുകളും നടക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാലാകാലങ്ങളിൽ ഓരോരുത്തരും തട്ടിപ്പ് നടത്തും. ഒരിക്കൽ തട്ടിപ്പ് നടത്തിയവൻ 2 കേസിലായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അയാൾ പുറത്തിറങ്ങിയിട്ട് പുതിയ കഥ എഴുതുമ്പോൾ പുതിയത് പുറത്തു വരും. സന്തോഷായി, നല്ല സന്തോഷമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളുണ്ട്. ഒന്ന്, ഒരാളോട് പറഞ്ഞിരിക്കുന്നത് നിരന്തരം കേസെടുക്കുക. അയാളോട് കേസെടുക്കാനേ പറഞ്ഞോളൂ. എന്തിനെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ആർക്കെതിരെ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. മൈക്കിനെതിരെ കേസ്, ആംപ്ലിഫയറിനെതിരെ കേസ്. എന്താ ഇത്? എന്തിനാ കരയുന്നേ? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എതിരായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ്, പ്രതിപക്ഷത്തിനെതിരെ കേസ്, സകലമായ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. അതിലൊരു ഡയലോഗുണ്ട്, നിന്നെ അടിക്കും, ഇവനെ അടിക്കും, ഈ പരിസരത്തുള്ള എല്ലാത്തിനെയും അടിക്കും. ആ ഒരു ലൈനിലാണ് ഇപ്പോ നിനക്കെതിരെയും കേസെടുക്കും, അവനെതിരെയും കേസെടുക്കും, പരിസരത്തുള്ള എല്ലാത്തിനെതിരെ കേസെടുക്കും എന്നുള്ള ലൈനിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തർക്കവുമായിട്ട് വരുന്ന വൻകിട ബിസിനസ് മുതലാളിമാർ, വൻകിട കോർപ്പറേറ്റുകൾ, വൻകിട കമ്പനികൾ, അമ്മക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. അതിനകത്ത് തന്നെ ചില അമ്മായിയപ്പൻ കമ്പനികൾ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ഡീലിംഗുകളുണ്ട്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്തു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.